ചെസ് ബോർഡിൽ കുതിരകളുടെ ശക്തി മനസ്സിലാക്കി തരുന്ന ഒരു ഗംഭീര ചെസ് ഗെയിമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പലരും പറയും ബിഷപ്പാണ് കുതിരയെക്കാളും കുറച്ചുകൂടി പവർഫുൾ എന്ന്. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കളി കളിച്ചിരിക്കുന്നത് 1867 വളരെ പഴയ ഒരു കളിയാണ്. സാമുവൽ ലോയിഡും സാമുവൽ റോസെൻഡലും തമ്മിൽ കളിച്ച ഒരു ഗെയിമാണിത്. സാമുവൽ ലോയിഡാണ് വൈറ്റ് കളിക്കുന്നത്. സാമുവൽ തുടങ്ങുന്നത് പോൺ E4 വെച്ചിട്ടാണ്. E5, നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4. അപ്പോൾ ഇറ്റാലിയൻ ഗെയിമാണ്. ബിഷപ്പ് C5, D3 കളിച്ച് ബിഷപ്പിനെ ഓപ്പണപ്പ് ആകാൻ നോക്കുകയാണ് വൈറ്റ്. നൈറ്റ് F6 കളിക്കുന്നു. ബിഷപ്പ് E3 കളിച്ച് ഇമ്മീഡിയറ്റ്ലി ആ ഒരു ബിഷപ്പിനെ ചലഞ്ച് ചെയ്യാണ്. ബിഷപ്പ് ജസ്റ്റ് B6 പോകുന്നു. നൈറ്റ് C3, അപ്പോൾ രണ്ട് നൈറ്റുകളെയും ബിഷപ്പുകളെയും പുറത്തിറക്കി വൈറ്റ്. പോൺ D6 കളിച്ചിട്ട് ബ്ലാക്ക് തന്നെ ബിഷപ്പിനെ പുറത്തിറക്കാൻ നോക്കുകയാണ്. G4, ഇവിടെ G4 സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോൺ H3 കളിക്കുകയാണ് വൈറ്റ്. നൈറ്റ് A5 കളിച്ചിട്ട് ആ പവർഫുൾ ബിഷപ്പിനെ ചലഞ്ച് ചെയ്യാണ്. ബിഷപ്പ് B3 പോകുന്നു. ആ പവർഫുൾ ബിഷപ്പിനെ ഒഴിവാക്കുവാണ് ബ്ലാക്ക്. പോൺ വെച്ചെടുത്തു. ഇവിടെ ഇപ്പോൾ റൂക്കിന് നല്ലൊരു ഓപ്പൺ ഫയൽ ഉണ്ട്. ഇവിടെ ബിഷപ്പിനെ E6 കളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഐഡിയ ബ്ലാക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആവുകയാണ്. വേണമെങ്കിൽ കിങ് സൈഡ് ക്യാൻസൽ ചെയ്യാം. അത് മാത്രമല്ല, വേണമെങ്കിൽ ആ ക്വീനും കൂടെ അവിടെ മാറിക്കഴിഞ്ഞാൽ ക്വീൻ സൈഡ് ക്യാൻസൽ ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്. വൈറ്റ് എങ്ങനെയാണ് കളിക്കുന്നത്? വൈറ്റ് നൈറ്റിനെ B5 കൊണ്ടിരുന്നു. ഇതിൻ്റെ ഐഡിയ ഒരു അവസരം കിട്ടിയാൽ C4 കളിച്ച് സെൻറ്റർ കൂടുതൽ കൺട്രോൾ ചെയ്യാനാണ്. പക്ഷേ ഇവിടെ ബ്ലാക്ക് എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്? ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വെട്ടുന്നു. പോൺ വെച്ച് ബിഷപ്പിനെ വെട്ടുന്നു. ഇനി പോൺ C6 കളിച്ചിട്ട് ആ നൈറ്റിനെ ഓടിച്ചു വിടുന്നു. നൈറ്റ് C3 പോകുന്നു. ക്വീൻ C7 കളിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. നേരത്തെ വേണമെങ്കിൽ ഇവിടെ ക്വീൻ സൈഡ് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ കിങ് സൈഡ് ക്യാൻസൽ ചെയ്യാം. ഏത് വേണമെങ്കിലും ബ്ലാക്കിനെ തിരഞ്ഞെടുക്കാം. വൈറ്റ് എങ്ങനെയാണ് കളി മുന്നോട്ട് പോകുന്നത്? വൈറ്റ് കളിക്കുകയാണ് പോൺ G4 കളിച്ച് കിങ് സൈഡ് അറ്റാക്ക് ആണ് താൻ പ്ലാൻ ചെയ്യുന്നതെന്ന് ഏകദേശം വൈറ്റ് വ്യക്തമാക്കുകയാണ്. അപ്പോൾ ബ്ലാക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം കിങ് സൈഡ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കിങ് സൈഡ് കംപ്ലീറ്റ്ലി ബ്ലാക്കിൻ്റെ തകർന്നു. അതുകൊണ്ട് പോൺ A6 കളിക്കുന്നു. എന്തുകൊണ്ട് നേരിട്ട് ക്വീൻ സൈഡ് ക്യാൻസൽ ചെയ്തുകൂടാ? ഇവിടെ നേരിട്ട് ക്വീൻ സൈഡ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു A7 പോൺ വീഴും. അതുകൊണ്ടാണ് പോൺ A6 കളിച്ചിട്ട് ഇനി ക്വീൻ സൈഡ് ക്യാൻസലിങ്ങിന് ബ്ലാക്ക് തയ്യാറെടുക്കുന്നത്. ഇവിടെ പോൺ D4 കളിച്ചിട്ട് സെൻറ്ററിലേക്ക് സ്ട്രൈക്ക് ചെയ്യാണ് വൈറ്റ്. എന്തായാലും ക്വീൻ സൈഡ് ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ വൈറ്റിൻ്റെ കിങ് ആണല്ലോ, ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബ്ലാക്കിൻ്റെ കിങ് ഒരുമാതിരി സേഫ് ആണ്. എന്നാൽ വൈറ്റിൻ്റെ കിങ് ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാതെ ആകെ പെട്ട് കിടക്കുകയാണ്. എങ്ങനെ കളി മുന്നോട്ട് പോകുന്നു നോക്കാം. പോൺ D5 കളിച്ചിട്ട് ആ ഒരു ബിഷപ്പിലേക്കും പോണിലേക്കും അറ്റാക്ക് ചെയ്യണം. ബിഷപ്പ് D7 പോകുന്നു. പോൺ G5 കളിച്ചിട്ട് ആ നൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് അവിടെ തിരികെ പോകുന്നു. ഇവിടെ കാര്യം നൈറ്റൊക്കെ അവിടെ പോയെങ്കിൽ ഇവിടെ കിങ്ങിന് ഇപ്പോഴും ഒരു ശ്വാസം കിട്ടാത്ത അവസ്ഥയിലാണ്. ഈ കിങ്ങിനെതിരെ എപ്പോൾ വേണമെങ്കിലും ബ്ലാക്കിൻ്റെ പീസുകൾ പിരിമുറുക്കാവുന്നതാണ്. അപ്പോൾ വൈറ്റ് കെയർഫുൾ ആയിട്ട് കളിച്ചേ പറ്റൂ. നൈറ്റിനെ റീറൂട്ട് ചെയ്തിട്ട് ക്വീൻ സൈഡിലേക്ക് കൊണ്ടുവരാനാണ് എന്തായാലും വൈറ്റിൻ്റെ ഉദ്ദേശം. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ ബ്ലാക്ക് ക്വീൻ സൈഡ് ആണല്ലോ ക്യാൻസൽ ചെയ്തേക്കണം. പോൺ C5 കളിക്കുന്നു. ആ ബിഷപ്പിനും കുറച്ചും കൂടെ ഒരു ആക്റ്റീവ് ഡയഗണൽസ് കൊടുക്കുകയാണ്. നൈറ്റ് C4 വരുന്നു. പോൺ H6 കളിച്ചിട്ട് ആ ഒരു G5 ത്രെട്ടൻ ചെയ്യുന്നു. അത് മാത്രമല്ല, റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ അപ്പ് ആക്കാനാണ് ഇവിടെ ബ്ലാക്കിൻ്റെ ഉദ്ദേശം. ക്വീൻ ഇവിടെ H5 വരുന്നു. F7 നേടാനാണ് ത്രെട്ട്. അതുകൊണ്ട് ഇവിടെ റൂക്കിനെ F8 കൊണ്ടുവരുന്നു. പോൺ വെച്ച് വെട്ടുന്നു. ഇവിടെ പോൺ വെച്ച് തിരികെ വെട്ടുന്നതിന് പകരം ആദ്യം റൂക്ക് H8 കളിക്കുന്നു. ഇതിൻ്റെ ഐഡിയ പോൺ വെച്ച് പോണിനെ വെട്ടിയ ക്യൂവിനെ നേടാവുന്നതാണ്. പക്ഷെ വൈറ്റ് സർപ്രൈസിംഗ്ലി പോൺ വെച്ച് പോണിനെ വെട്ടുന്നതാണ്. ഇതിൻ്റെ ഐഡിയ ഇപ്പോൾ ക്വീനിനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി ക്വീനിനെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഗെയിമിനും കളിച്ചിരിക്കുന്നത്. പക്ഷേ ബ്ലാക്കിന് ഇവിടെ കുറച്ചും കൂടെ കോമ്പൻസേഷൻ കിട്ടുകയാണ്. കാരണം എന്താണ്? ആ പോണിനെ കിട്ടിയത് മാത്രമല്ല, ഈ പോണിനെയും കൂടെ കിട്ടി. ഈ പോണിനെ കിട്ടിയപ്പോൾ ഇനിയിപ്പോൾ ആ റൂക്കിനെയും കൂടെ ചലഞ്ച് ചെയ്യണം. റൂക്ക് ടേക്സ് റൂക്കാണ് ഇവിടെ ബ്ലാക്ക് ത്രെട്ടൻ ചെയ്യുന്നത്. അതുകൊണ്ട് വൈറ്റ് റൂക്ക് വെച്ച് എടുക്കുന്നു. ബിഷപ്പ് വെച്ച് വെട്ടുന്നു. ഇനി എങ്ങനെയാണ് കളി മുന്നോട്ട് പോകണത്? നിങ്ങളാണെങ്കിൽ ഈ പൊസിഷനിൽ എങ്ങനെയാണ് കളി മുന്നോട്ട് പോകണത്? ഒരു പക്ഷേ ക്വീൻ സൈഡ് ക്യാൻസൽ ചെയ്യും. ക്വീൻ സൈഡ് ക്യാൻസൽ ചെയ്താൽ ഇത് നമ്മുടെ സിറ്റുവേഷന് പറ്റിയ സ്പിരിറ്റ് അല്ല. അതിനേക്കാളും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് അറ്റാക്കിംഗ് ഐഡിയ ഉണ്ട്. ഇത് കളിച്ചാൽ കുറച്ചുകൂടെ പാസീവായി പോകും. ഇവിടെ ഗെയിമിൽ കളിക്കുന്ന ഐഡിയ കുറച്ചും കൂടെ അഗ്രസീവായിട്ടുള്ള അപ്രോച്ചാണ്. ഒന്ന് കണ്ടു നോക്കിയാലോ. ഗെയിമിൽ കളിക്കുന്നത് ദ ബ്രില്യൻ നൈറ്റ് B5 ആണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു നൈറ്റിനെ എങ്ങനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വൈറ്റ് കളി ജയിക്കും? ആദ്യം റൂക്ക് A8 ചെക്ക്. പക്ഷേ ഇവിടെ ഇപ്പോൾ ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്താൽ വെറുതെ ക്വീൻ പോകും. ഇനി കിങ് ഓടി രക്ഷപ്പെടാൻ നോക്കിയാലോ? ഓടി രക്ഷപ്പെടില്ല. കാരണം ഇങ്ങനെ ഒരു മൂവിൽ ചെക്ക്മേറ്റ് ഇവിടെ സംഭവിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നേരിട്ട് ആ നൈറ്റിനെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്വീനിനെ ഇവിടെ നിന്ന് മാറി E7 കൊണ്ടുവരികയാണ്. ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇവിടെ വൈറ്റ് എങ്ങനെയാണ് കളിക്കുന്നത്?
വൈറ്റ് ഇവിടെ ക്വീൻ H7 കളിച്ചിട്ട് ഈ ഒരു ബിഷപ്പിലേക്ക് അറ്റാക്ക് ചെയ്യാണ്. ബിഷപ്പ് G4 പോകുന്നു. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് സ്ക്വയർ ആയിട്ടുള്ള D1 സ്ക്വയർ കൺട്രോൾ ചെയ്യാണ്. ഇനി വൈറ്റിന് വേണമെന്ന് വെച്ചാലും ഇവിടെ ക്വീൻ സൈഡ് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂവാണ് ബിഷപ്പ് G4. ഇവിടെ നൈറ്റ് A7 കളിച്ചൊരു ചെക്ക് കൊടുക്കുകയാണ്. പക്ഷെ കിങ് ജസ്റ്റ് B8 പോയിട്ട് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്യണം. ഇനി ആ നൈറ്റിന് പോകാൻ ഏതെങ്കിലും നല്ല സ്ക്വയർ ഉണ്ടോ നോക്കുമ്പോൾ ഈ സ്ക്വയർ ബ്ലാക്കിൻ്റെ പരിധിയിലാണ്, ഈ സ്ക്വയറും ബ്ലാക്കിൻ്റെ പരിധിയിലാണ്. അപ്പോൾ പിന്നെ ഈ നൈറ്റിനെ സേവ് ചെയ്യാൻ ഇപ്പോൾ എന്താ ചെയ്യുക? നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കാമോ? ഈ നൈറ്റിനെ സേവ് ചെയ്യാൻ എന്ത് മൂവാണ് ഇവിടെ വൈറ്റിന് കളിക്കാൻ പറ്റുമെന്ന്? ഒരു വഴി ഉണ്ട് ഈ നൈറ്റിനെ സേവ് ചെയ്യാൻ, കണ്ടു നോക്കിയാലോ നമുക്ക്. ദ ബ്രില്യൻ റൂക്ക് ടേക്സ് A6. ഓക്കെ, ആദ്യം തന്നെ റൂക്കിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെക്കിൽ ക്വീനെ നേടി ഇമ്മീഡിയറ്റ്ലി ഇവിടെ വൈറ്റ് ജയിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നേരിട്ട് റൂക്കിനെ വെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് നൈറ്റ് C7 കളിച്ചിട്ട് തിരിച്ച് റൂക്കിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷെ റൂക്ക് ജസ്റ്റ് A5 വന്നിട്ട് ആ ഒരു പ്രഷർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ക്വീൻ F6 വരുന്നു. ഇനി ക്വീൻ F3 വന്നിട്ട് ചെക്ക് മേറ്റിംഗ് ത്രെഡിലോട്ടാണ് ബ്ലാക്ക് എയിം ചെയ്യുന്നത്. അതുകൊണ്ട് ക്വീൻ ഇവിടെ H1 വന്നിട്ട് F3 സ്ക്വയർ കൺട്രോൾ ചെയ്യുകയാണ്. റൂക്കും കളിയിലേക്ക് വരുവാണ്. ഇപ്പോൾ നോക്കുക, ബ്ലാക്കിൻ്റെ പീസുകളെല്ലാം വരിഞ്ഞു മുറുക്കുവാണ്. ക്വീൻ ഇവിടെ വന്നിട്ട് ഒരു ക്വീൻ എക്സ്ചേഞ്ചിലോട്ട് ഇവിടെ ഒരു എൻ ഗെയിമിലേക്ക് പോകാനാണ് വൈറ്റ് ശ്രമിക്കുന്നത്. പക്ഷെ എന്ത് സംഭവിക്കുന്നു നോക്കാം. ബിഷപ്പ് F3 കളിച്ചിട്ട് ഒരിക്കൽ കൂടെ സ്ക്രൂസ് മുറുക്കുവാണ്. ഇനി അടുത്ത ത്രെട്ട് റൂക്ക് H1 വന്നിട്ട് ആ ക്വീനെ നേടാനാണ്. ഇതിനെതിരെ എന്താണ് നിങ്ങൾക്കാണ് വൈറ്റ് പീസുകളൊക്കെ നിങ്ങൾ എന്തായിരിക്കും കളിക്കാൻ പോകുന്നത്? ക്വീനെ എടുത്തുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോവുമോ അതോ കിങ് നീക്കുമോ? ഇവിടെ വൈറ്റ് കളിക്കുന്നത് നൈറ്റ് B6 ആണ്. അപ്പോൾ പ്ലാൻ പോലെ എങ്ങാനും റൂക്ക് H1 പോയി കഴിഞ്ഞാൽ ഒക്കെ ക്വീനെ നേടാനൊക്കെ വിചാരിക്കാം. പക്ഷെ വൈറ്റിന് ഇവിടെ ഇമ്മീഡിയറ്റ്ലി ജയിക്കാം. എങ്ങനെയാണ്? നൈറ്റ് D7 ചെക്ക്. അപ്പോൾ ഇവിടെ ബ്ലാക്കിൻ്റെ കിങ്ങിന് ഒരേ ഒരു നീക്കമുള്ളൂ, ഇങ്ങനെ ഒരു മൂവ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ക്യൂവിനെ എടുക്കാം, പക്ഷെ ക്യൂവിനെ എടുക്കാൻ നമ്മൾ പോകുന്നില്ല. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഫിനിഷ് ചെയ്യാം. എങ്ങനെയാണ്? നൈറ്റ് C6 മാറുമ്പോൾ റൂക്ക് വെച്ചിട്ടൊരു ചെക്കാണ്. ഒരേ ഒരു നീക്കമേ ഉള്ളൂ ഡിഫെൻഡ് ചെയ്യാൻ. നൈറ്റ് A6 വരുന്നു. ദ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ചെക്ക് മേറ്റ് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ട് ഇപ്പോൾ ഈ ഒരു നൈറ്റ് B6 എന്നുള്ള ശേഷം. അപ്പം അതുകൊണ്ട് ഇതൊന്നും പോകുന്നില്ല, റൂക്ക് നേരെ താഴേക്ക് വരുന്നില്ല. പകരം ഇവിടെ ക്വീൻ H4 വന്നിട്ട് ചെക്കാണ്. കിങ് ഓടിപ്പോവാണ്. ക്വീൻ G4 കളിച്ചിട്ട് ഇവിടെ റൂക്കിനെയും കൂടെ കളിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ്. പക്ഷേ ഇവിടെ ബ്ലാക്ക് മിസ് ചെയ്തൊരു കീ മൂവ് ഉണ്ട്. ഇവിടെയാണ് നൈറ്റുകളുടെ പവർ നമ്മൾ കാണാൻ പോണത്. ഇവിടെ വൈറ്റ് മൂവ് ആൻഡ് വിൻ ആണ്. വീഡിയോ പോസ് ചെയ്യാൻ നിങ്ങളുടെ അവസരമാണ്. എങ്ങനെയാണ് ഇവിടെ വൈറ്റ് ഇമ്മീഡിയറ്റ്ലി ജയിക്കുന്നത്? നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്ക്. നല്ല കിടിലനായിട്ടുള്ള മൂവാണ്. വൈറ്റ് ഇവിടെ കളിക്കുവാണ്. ദ സൂപ്പർ ബ്രില്യൻ ക്വീൻ ടേക്സ് F3. ക്വീനെ അങ്ങ് സാക്രിഫൈസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ എന്താണ് വെറുതെ ക്വീനെ കൊടുക്കണോ? ഗെയിമിൽ ഇവിടെ ബ്ലാക്ക് ചാടിക്കയറി ക്വീനെ വെട്ടി. ഇവിടെ ഇപ്പോൾ വെറുതെ ഒരു ക്വീനെ കൊടുത്തു. ഇനി അടുത്ത റൂക്കും കൂടെ വന്നിട്ട് അവിടെ ചെക്ക് വരും. എന്താണ് ഈ വൈറ്റ് ചെയ്യുന്നത്? പക്ഷെ വൈറ്റിനൊരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ ഉണ്ടായിരുന്നു. രണ്ട് കുതിരകളും സ്ക്രൂസ് മുറുക്കുവാണ്. നൈറ്റ് D7 ചെക്ക്. ഒരേ ഒരു നീക്കമേ ഉള്ളൂ. കിങ് ഇങ്ങോട്ട് മാറുന്നു. ഇനി നൈറ്റ് C6 ചെക്ക്. ഇവിടെ നൈറ്റ് A6 നിന്ന് തന്നെ ബ്ലോക്ക് ചെയ്യണം. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഒറ്റ മൂവിൽ ചെക്ക് മേറ്റ് ഉണ്ട്. ഏതാണ്? ഇങ്ങനെ ഒരു മൂവിൽ ചെക്ക് മേറ്റ് സംഭവിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് വേറെ എന്തെങ്കിലും കളിച്ചു കഴിഞ്ഞാലോ, റൂക്ക് വെച്ചിട്ട് എങ്ങാനും ഇങ്ങനെ ചെക്ക് വന്നാലോ, ഇങ്ങനെയും വേണേൽ ബ്ലാക്കിന് കളി മുന്നോട്ട് പോകാമല്ലോ. പക്ഷെ ഇവിടെയും ജസ്റ്റ് കിങ് മാറിയത് വീണ്ടും ക്വീനെ വെച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ വൈറ്റ് വന്നിട്ട് ക്വീനെ എടുക്കും. അതുകൊണ്ട് ക്വീനെ വെട്ടുമ്പോൾ ഇതേ കോമ്പിനേഷൻ ഉണ്ട്. ചെക്കാണ്, മാറുമ്പോൾ ഇങ്ങനെ ഒരു ചെക്ക്, ബ്ലോക്ക് ചെയ്യുമ്പോൾ ദ ഫൈനൽ ബ്ലോക്ക്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെക്ക് മേറ്റ്. ഈ ഗെയിം എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.